MS വേണുഗോപാൽ കോൺഗ്രസ് നൽകുന്ന ഈ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടോ? കോൺഗ്രസ് മേ ഹോന ഓ കോൺഗ്രസ് കാ ഹോന ഇസ്മേം ജമീൻ ആസ്മാൻ കാ ഫർഹെ എന്നുള്ളതാണ് പറഞ്ഞത് ഇന്ന് ജയറാം രമേശ്. അതായത് കോൺഗ്രസ്സുകാരനായിരിക്കുന്നതും അല്ലേ കോൺഗ്രസിലിരിക്കുന്നു അല്ലെ, കോൺഗ്രസിൻ്റെതാകുന്നതും കോൺഗ്രസിലുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് കുറെ നാളായിട്ട് പിന്തുടരുന്ന ഒരു ശൈലിയുണ്ട്. അതായത് മല്ലനെ തഴഞ്ഞ് മാധവനെ സ്വീകരിക്കുക. അത് കഥയിൽ കൊള്ളാം, പക്ഷേ രാഷ്ട്രീയ ഗോതയിൽ മല്ലനെ തഴഞ്ഞാൽ ചിലപ്പം കയറ്റിവിടുന്ന മാധവൻ ഇടിയും കൊണ്ട് മൂക്കിൽ ചോര ഒലിപ്പിച്ച് ഇറങ്ങി വരും. ഇത് രാഷ്ട്രീയ ഗോതയിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയമാണ്. 1989 ശേഷം, രാജീവ് ഗാന്ധിയുടെ നിര്യാണത്തിന് ശേഷം, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വരെ മികവുള്ളവരെ തൻ്റെ കൂടെ നിർത്തുക എന്നുള്ളൊരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് പിന്നീടുള്ള രാഷ്ട്രീയ ശൈലി വന്നത്. ഇത് ശശി തരൂരിന് മാത്രമല്ല, ഇതിനേക്കാൾ ഘടാഘടിയന്മാരൊക്കെ ഓടിയിട്ടുണ്ട്. നരസിംഹറാവു ഒരു കാലത്ത് കോൺഗ്രസിനെ രക്ഷിച്ചു നിർത്തി നരസിംഹറാവുവിനെ വെറും റൊട്ടിയാക്കി പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ട്രഷററായിരുന്ന സീതാറാം കേസരി, അദ്ദേഹത്തിനെ പറയുന്നത് കോൺഗ്രസ് ട്രഷറി എന്നാണ് പറയുന്നത്. പണത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട്, കാവൽക്കാരനായിട്ട്, ജൻപത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് നിന്ന അദ്ദേഹം ആദ്യം നരസിംഹറാവുവിനെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നരസിംഹറാവുവിനെ കൊണ്ട് ഇദ്ദേഹത്തിനെ അടിപ്പിക്കുന്നു. ഈ രീതിയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പ്രണാബ് കുമാർ മുഖർജിക്ക് പോലും മാന്യമായൊരു സ്ഥാനം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. അവരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി വരാൻ യോഗ്യരായിരുന്നിട്ടും അല്ലാത്ത പല സെലക്ഷനുമാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അതൊക്കെ ആ കാലഘട്ടത്തിലെ ഇതെന്ന് വിചാരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് അതിനേക്കാൾ വലിയ വിപത്താണ്. ഈ G23 എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ എങ്ങനെ ഉണ്ടായി? ആ ഗ്രൂപ്പിലുള്ളത് മുഴുവൻ തഴയപ്പെട്ടവരാണ്. ശ്രീ റെജി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഈ ചട്ടക്കൂടെന്ന് പറയുന്നത് ഇത് ഹൈക്കമാൻഡ് ഉണ്ടാക്കുന്ന ഒരു ചട്ടക്കൂടാണ്. 5 അടി ഉള്ളവന് 4 അടിയുടെ ചട്ടക്കൂട്, 6 അടി ഉള്ളവന് 4 അടിയുടെ ചട്ടക്കൂട്, 7 അടി ഉള്ളവന് 4 അടിയുടെ ചട്ടക്കൂട്. അതിനകത്ത് കുനിഞ്ഞിങ്ങനെ നിന്നോണം. ആ ശൈലി കോൺഗ്രസ് എടുക്കുമ്പോഴാണ് ഇതുപോലെ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ലിസ്റ്റ് ഞങ്ങൾ ആളിനെ സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏറ്റവും കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് ഈ സ്ഥാനത്തേക്ക് അയക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് അന്തർദേശീയ തലത്തിൽ. ലിസ്റ്റ് ചോദിക്കുന്നതിലും കുഴപ്പമില്ല, ലിസ്റ്റ് കൊടുക്കുന്നതിലും കുഴപ്പമില്ല. കേന്ദ്ര സർക്കാർ എടുക്കുന്നതാണ് നല്ലത്. കേന്ദ്ര സർക്കാർ അവിടെ BJP രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. കാരണം തരൂരിനെ കോൺഗ്രസ് തഴഞ്ഞപ്പോൾ ഞങ്ങൾ തരൂരിനെ സ്വീകരിച്ചു എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. മാത്രമല്ല, തരൂർ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിൽ ഗുണഭോക്താവുന്നത് BJPയും കേന്ദ്ര സർക്കാരുമാണ്. അദ്ദേഹം രാജ്യസ്നേഹമാണല്ലോ പറയുന്നത്, രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിലെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിയെ അനുസരിച്ച് നിൽക്കണം എന്നുള്ളത് അതെല്ലാ പാർട്ടികളിലെയും ഉള്ള ഒരു അച്ചടക്കമാണ്. അത് തരൂർ ലംഘിച്ചിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ പാർട്ടി കാ ഹോന എന്ന് പറയുന്നത്. അതായത് പാർട്ടിയുടേതല്ല തരൂർ എന്നുള്ള സന്ദേശം നൽകുകയാണ് ഇവിടെ ജയറാം രമേശ്. അതിനകത്ത് പാർട്ടിയിൽ തനിക്ക് ഉയരാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇത് കെ കരുണാകരന് സംഭവിച്ചിട്ടുണ്ട്, ഇത് നരസിംഹറാവുവിന് സംഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടല്ലേ ഒരു കാലത്ത് ഇതിൻ്റെ ഒപ്പം നിന്ന മമതാ ബാനർജി എവിടെ പോയി? അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ മുമ്പേ തന്നെ എത്രയോ നേതാക്കൾ, ഈ ഇന്ത്യയിൽ കാണുന്ന പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ എല്ലാം കോൺഗ്രസിൽ നിന്നല്ലേ. ഇതെങ്ങനെയാണ് പുറത്തു പോയത്? ഇതെല്ലാം പുറത്തു പോയത് ഇതുകൊണ്ടാണ്. G23 ആരാണ്? ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, വീരപ്പ മൊയ്ലി, ഇങ്ങനെ എത്രയോ പേര് പോയി. മൂപ്പനാർ ഒരു ഘട്ടത്തിൽ ഇതുപോലെ പോയില്ലേ? പൃഥ്വിരാജ് ചൗഹാൻ പോയില്ലേ? ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് BJP എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന മുഴുവൻ പേരും ഈ വിധത്തിലൊക്കെ വന്നതാണ്. പ്രൊഫ്യൂഷ്യസിൻ്റെ കട്ടിൽ പോലെ തങ്ങളുടെ ആ സൈസിനൊത്ത് വെട്ടി നിർത്തുന്ന ഒരു ശൈലി വരുമ്പോൾ പലരും ചാടും, പലരും പാർട്ടിക്ക് അതീതമായി പോവും. പാർട്ടിക്ക് അതീതമായില്ലെങ്കിൽ അവരുടെ ഭാവി പോവില്ലേ? ഈ ശശി തരൂർ താങ്കൾ പറയുന്നത് തരൂർ ചാടുമെന്നാണോ? ഇത് അച്ചടക്ക ലംഘനത്തിന്റെ അങ്ങേയറ്റത്ത് ആയി എന്ന് കോൺഗ്രസ് കണക്കാക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? തരൂരിനെ ഇരയിട്ട് കഴിഞ്ഞു. അത് കോൺഗ്രസിന്റെ കയ്യിലാണ്. ഇനി ആ ഇര അപ്പുറത്തോട്ട് പോകാതെ ഇപ്പുറത്തോട്ട് നിർത്തണോ എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഇരയെ വിട്ടുകഴിഞ്ഞാൽ ഇര അങ്ങ് പോകും. ആ വിധത്തിലായിട്ടുണ്ട് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഈ തരൂർ വിഷയത്തിലെ കളി. ശരി.